ഒരു പകൽ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങി കെ സുധാകരൻ. കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു കെ സുധാകരൻ ഡൽഹിയിൽ നിന്നും മടങ്ങി. പാർട്ടിക്കെതിരെ മത്സരിക്കാനില്ല എന്നും സുധാകരൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയുണ്ട്? പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലൊക്കെ നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? ഇല്ല, മത്സരിക്കില്ല. ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി താങ്കൾ പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ശരത്ലാലുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ശരത്ലാൽ, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടുമെന്ന് കരുതിയ, അതുമാത്രവുമല്ല അത്രയധികം ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് അവിടെ നിലയുറപ്പിക്കുന്നു. രണ്ടും കൽപ്പിച്ച് പ്രതികരണങ്ങൾ നടത്തുന്നു. 12 മണിക്ക് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഉറപ്പ് കിട്ടി, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ മാധ്യമങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അയഞ്ഞിരിക്കുന്നു, ഹൈക്കമാൻഡിന് വഴങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു സമവായ ഫോർമുല അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതെന്താകും എന്നാണല്ലോ ഇനിയുള്ള ചോദ്യം. ഗുഡ് ഈവനിങ് ഫാമിലി. അത് തന്നെയാണ്. എന്താണ് ഈ സമവായ ഫോർമുല? കാരണം കെ സുധാകരനെ പോലെ കെ സുധാകരന്റെ വാശിയും കെ സുധാകരന്റെ പിന്നെ ചാണക്യ തന്ത്രവും ഒക്കെ അറിയുന്നവരാണ് കേരളത്തിലെ പൊതുജനങ്ങൾ. എങ്ങനെയാണ് കെ സുധാകരൻ, എന്താണ് കെ സുധാകരൻ അനുനയിക്കാൻ അല്ലെ കെ സുധാകരന് നൽകിയ ഫോർമുല എന്താണ്? അതാണ് ഇനി നമുക്കറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉച്ചക്ക് 12 മണി വരെ AK ആന്റണി സംസാരിക്കുന്നവരെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എല്ലാ റബലിസവും എല്ലാ വിമത സ്വരവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിന് വേണ്ടി സണ്ണി ജോസഫിനെതിരെ സൈബർ പ്രചരണം നടക്കുന്നു, പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ വരുന്നു. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ 12 മണിക്ക് ശേഷം പത്രസമ്മേളനം മാറ്റിവെച്ച ശേഷം എന്തുകൊണ്ടാണ് കെ സുധാകരൻ അയഞ്ഞത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയുമെങ്കിൽ പാർട്ടി പറിച്ചാൽ മാത്രമേ മത്സരിക്കുള്ളൂ, സ്വതന്ത്രനായി മത്സരിക്കില്ല. വാക്കുകൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. താൻ എന്താണോ കോൺഗ്രസുകാർ കേൾക്കാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ 4-5 ദിവസത്തിനിടയിൽ കേരളത്തിലെ സാധാരണ കോൺഗ്രസുകാർ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ. ഇത് കേൾക്കുമ്പോൾ ഫാമിലി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, എവിടെയോ എന്തോ എത്രയോ പെട്ടെന്ന് വലിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ മഹാധാരണ എന്താണ്? അതാണ് ഇനി നമുക്കറിയേണ്ടത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അത് കാണിക്കുന്നുണ്ട്. തികച്ചും കാറിന്റെ മുൻസീറ്റിൽ വളരെ അക്ഷോഭനായി കാര്യങ്ങൾ പറയുന്നു. വിഷമകരമായ ചോദ്യങ്ങൾക്ക് പോലും സുധാകരന്റെ ഉത്തരം വളരെ വളരെ ശാന്തതയോടെയാണ്. ആ ഉത്തരത്തിൽ തന്നെ താനുമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ തരത്തിലേക്ക് കെ സുധാകരനെ കാണിച്ചത്? കാരണം കെ സുധാകരൻ ഇന്ന് ഒരാളെയും കണ്ടിട്ടില്ല. കെ സുധാകരൻ ഇന്നലെ കണ്ടത് ഏക വ്യക്തി MK രാഘവൻ MP ആണ്. കെ സുധാകരനുമായിട്ട് കൂടിക്കാഴ്ചക്ക് അതിനു മുമ്പ് കണ്ടത് KP അനിൽകുമാറാണ്. AP അനിൽകുമാർ MLA ആണ്, ഷാഫി പറമ്പിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരാണ്? ആന്റണിയാണോ മധ്യസ്ഥത വഹിച്ചത്, അല്ലെ KC വേണുപോലാണോ? ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വലിയ ഒരു ധാരണ അല്ലെങ്കിൽ കെ സുധാകരനുമായി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഫാമിലി ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. സനീഷ്, വളരെ ശക്തമായി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പൂർണ്ണമായും കേസിനെ സെറ്റിൽ ചെയ്തതോടുകൂടി അത് അങ്ങനെയുള്ളൊരു സൂചന തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? അങ്ങനെയല്ലേ അതിനെ വിലയിരുത്തേണ്ടത്? നിശ്ചയമായിട്ടും എന്താ ഇപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളെന്താ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് വിജയിച്ചു എന്നതാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വിജയിച്ചു. അവരുടെ പതാക ഉയരത്തിൽ പാറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കെ സുധാകരൻ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ അതിലേറെ ദിവസങ്ങളായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ലിസ്റ്റ്, സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യത്തെ പട്ടിക ഇറങ്ങി, രണ്ടാമത്തെ പട്ടിക ഇറങ്ങാത്തത് കെ സുധാകരൻ എന്ന ഒറ്റ തടസ്സത്തിൽ വെച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പകലും നമ്മൾ കണ്ടതാണ്. മുഴുവൻ നേരവും ഇടയ്ക്ക് അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്ന വാർത്ത വന്നു, ഇടയ്ക്ക് അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് വഴങ്ങി മത്സരിച്ചു കൊള്ളാൻ അനുമതി നൽകി എന്ന് വന്നു. കണ്ണൂരിൽ അദ്ദേഹത്തിന് അനുകൂലികൾ ആഹ്ലാദ പ്രകടനം നടത്തി, പടക്കം പൊട്ടിച്ചു. വീണ്ടും തിരിച്ച് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മുഴുവൻ, ഇന്നത്തെ ദിവസം മാത്രം എടുത്താൽ ഒരു ദിവസം മുഴുവൻ ആകെപ്പാട് ആശങ്കയിലാക്കി നിർത്തിയിരിക്കുകയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഒരുപക്ഷേ കോൺഗ്രസിനെ എതിർക്കുന്ന, അനുകൂലിക്കാത്ത ആളുകൾക്ക് പോലും ഇതൊരു ഡിസ്റ്റർബൻസ് ആയ വിധത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതിക്ക് പര്യവസാനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ പതാക ഉയരത്തിൽ പാറുന്ന
ഒരു നിലയുണ്ടായിരിക്കല്ലേ. അതായത് കെ സുധാകരൻ ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്, കണ്ണൂരിൽ ആകപ്പാടെ അടപടലം പോയി പോകും, കെ സുധാകരൻ സംസ്ഥാനത്തെമ്പാടും സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന്. പക്ഷേ കെ സുധാകരൻ പാർട്ടിക്ക് വഴങ്ങിയിട്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ എത്രയോ ചെറുതാണ്, എന്നെക്കാൾ എത്രയോ വലുതാണ് പാർട്ടി, അതുകൊണ്ട് ഞാൻ എവിടെയും ആളുകളെ നിർത്തുന്നില്ല, എല്ലായിടത്തും എനിക്ക് ആളുണ്ട്, പക്ഷേ ഞാൻ ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോകുന്നില്ല, ഞാൻ മത്സരിക്കാൻ പോകുന്നില്ല, ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സ്വതന്ത്രമായിട്ട് മത്സരിക്കില്ല, പാർട്ടിയുടെ അനുവാദം കിട്ടിയാൽ മാത്രമേ മത്സരിക്കൂ എന്നൊരു പ്രതീക്ഷയുടെ സംഗതി ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലായി സംഗതി കഴിഞ്ഞു എന്തായാലും എന്നുള്ളത്. അപ്പോൾ ഏതായാലും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത് 19 ദിവസം മാത്രമേ ഉള്ളൂ പ്രചാരണം തീരാൻ വേണ്ടിയിട്ട്. 19 ഇല്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, 18 ദിവസം മാത്രമേ ഉള്ളൂ പ്രചാരണം തീരാൻ വേണ്ടിയിട്ട്. അപ്പം ആകെ ഇത്രയും ചുരുങ്ങിയ കാലം മാത്രം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് കിട്ടിയ കാലം ഒരുപക്ഷേ കേരളത്തിൽ മുൻകാലത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഓർമ്മയിലില്ല. അത്രയും കുറഞ്ഞ ദിവസമായപ്പോൾ പോലും എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നു എന്നത് കോൺഗ്രസ്സുകാരുടെ എങ്ങനെയെങ്കിലും ഇത്തവണ ഉറപ്പായിട്ടും കോൺഗ്രസിനെയും UDF-നെയും അധികാരത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം സ്പിരിറ്റഡായി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പ്രശ്നമായിരുന്നു. ഇവർ ഇത്രമാത്രം കുഴപ്പം പിടിച്ചൊരു കാലത്ത് രണ്ടാം തവണയും ഭരിച്ചിട്ട് മൂന്നാം തവണയിലേക്ക് ഭരിക്കാൻ വേണ്ടി ആവേശത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന മറ്റ് നേതാക്കളെ അപ്പുറത്ത് കാണുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള എന്നുവെച്ചാൽ ഏറ്റവും ഇപ്പോഴായിട്ട് തുടങ്ങിയ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ പോലും അങ്ങേയറ്റം ഡിസ്റ്റർബൻസ് ഒരു അനോയിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് വയ്യ, ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന മറ്റുള്ളൊരു പ്രയാസകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ചോദ്യമായിരുന്നു. അതിന് മുഴുവൻ കാരണക്കാരനായത് കെ സുധാകരനാണ്. ഇതിപ്പോൾ ഇത്രയും ദിവസം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ മനുഷ്യർക്കുള്ളിലെല്ലാം ആശങ്കയുടെ വിത്ത് പാകിയിട്ട് കെ സുധാകരന് മുന്നിൽ വഴങ്ങിയിട്ട് സുധാകരൻ സിംഹം പോലെ ഇങ്ങനെ എഴുന്നേറ്റിക്ക് വരികയും പാർട്ടിയെ ഞാനിതാ ഇങ്ങനെ ആരും പറയില്ല, പിന്നെ എന്തെങ്കിലും ക്ഷീണം ഉണ്ടായെന്ന് ആരും പറയില്ലെങ്കിലും ആ ക്ഷീണം എല്ലാവർക്കും വിസിബിൾ ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ എപ്പിസോഡ് കോൺഗ്രസിന് ഒരു ഗുണം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. UDF-ന് ഒരു ഗുണം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുലിമുരുകൻ സിനിമയിലൊക്കെ മോഹൻലാലിനെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ കാണിച്ചാൽ ശരിയാവില്ല ഇല്ലേ? അപ്പോൾ നമ്മൾ മോഹൻലാലിനെ പറ്റി ഒരു ഡയലോഗ് വരും, ഏതാണ് ആദ്യം തന്നെ ഭയങ്കര പഞ്ച് നല്ല BGM ഡയലോഗ് ഇട്ടതിന് ശേഷം ഒരു പ്രത്യേക സമയത്താണ് കോൺഗ്രസ് മുന്നിലേക്ക് വരിക, പുലിമുരുകൻ നായകൻ മുന്നിലേക്ക് വരിക സിനിമകളിൽ. അപ്പോൾ ഇവിടെയും അങ്ങനെ വരുന്ന ഒരാൾ സുധാകരനായിരുന്നുവെങ്കിൽ സുധാകരന് വലിയ മെച്ചവും ഈ സുധാകരൻ്റെ ഇത്തരം പിടിവാശിക്ക് മുന്നിൽ ക്ഷീണിച്ചു പോകുന്ന ക്ഷീണിച്ച ഒരു പാർട്ടിയാണിത്, മറ്റ് നേതാക്കളാകെ തന്നെയും അത്രയ്ക്ക് ചെറിയ നേതാക്കളാണ് എന്നൊരു ഫീല് അന്തരീക്ഷത്തിലേക്ക് വന്നേനെ. കാരണം ഇതുപോലൊരു പ്രധാനപ്പെട്ട കാലത്ത് പിണറായി വിജയൻ എന്നൊരു ഫിഗർ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിട്ട് മൂന്നാം തവണയാകാൻ വേണ്ടി നിൽക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന UDF ഒരു ക്ഷീണിച്ച UDF ആണ് എന്ന തോന്നലുണ്ടായേനെ. സുധാകരനാണ് പുലിമുരുകനായിട്ട് വന്നിരുന്നതെങ്കിൽ. പക്ഷേ ഇവിടെ സുധാകരനല്ല നായകനായിട്ട് വന്നിരിക്കുന്നത്, മറിച്ച് പാർട്ടിയാണ്. സുധാകരനെ എത്ര സമയമെടുത്താലും ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് സീറ്റില്ല. അത് ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കെ സുധാകരന് മാത്രമായിട്ട് സീറ്റ് നിഷേധിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബഹളത്തിനും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒച്ചപ്പാടിനും ബഹളത്തിനും ഒക്കെ കാരണമായേനെ അത്. പക്ഷേ അങ്ങനെയല്ല, അവരൊരു മാനദണ്ഡമുണ്ടാക്കി. MP-മാരും മത്സരിക്കുന്നില്ല. MP-മാരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ സുധാകരനോ രാഹുൽ ഗാന്ധിയോ എന്നില്ലാതെ ഒരു നയനിലപാട് നടപ്പാക്കിയെടുക്കാൻ സാധിച്ച കോൺഗ്രസ് എന്ന് വെച്ചാൽ ഈ കാലത്ത് ശക്തി കാണിച്ച കോൺഗ്രസ്സാണ്. അക്കാര്യത്തിൽ നമ്മൾ അത് ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. രണ്ടാമത് നമ്മൾ ഈ എപ്പിസോഡിലാകെ തന്നെയും കാണേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഈ എപ്പിസോഡിലാകെ തന്നെയും കാണേണ്ടുന്ന ഒരു വളരെ സവിശേഷതയാർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്യാമലി, നമ്മൾ കാണുന്ന കാലത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും, തമ്മിൽ വഴക്കുണ്ടാവും, സീറ്റിന് വേണ്ടിയിട്ട് അടിയും ബഹളവും ഉണ്ടാവും, പോസ്റ്റർ ഒട്ടിച്ചത് കീറേണ്ടി വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ അവർ അങ്ങെത്തുകയാണ് ചെയ്യുക, എങ്ങനെയാണെങ്കിലും. പക്ഷേ ആ കാലങ്ങളിലൊക്കെ ഉണ്ടാകാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേതാക്കൾ തമ്മിൽ പരസ്യമായിട്ട് പോരടിക്കും. അവരുടെ ബൈറ്റുകൾ അന്തരീക്ഷത്തിലുണ്ടാകും. അവർ വളരെ അഗ്രസീവായിട്ട് മറ്റൊരു നേതാവിനെക്കുറിച്ച് പറയുന്നത് ഈ ബൈറ്റുകളായിട്ട് അന്തരീക്ഷത്തിലുണ്ടാവും, വാർത്തയായിട്ട് പുറത്തേക്ക് വരും, അവർ പരസ്യമായിട്ട് പറയും. കെ കരുണാകരനും AK ആന്റണിയും ആ വലിയ ഗ്രൂപ്പുകളുടെയും ഒക്കെ കാലത്ത് വെച്ചാൽ പരസ്പരം വർത്തമാനം പറയുന്ന നേതാക്കളുടെ ഒരു ബഹളമായിരിക്കും നമ്മൾ കാണുക. ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായില്ലേ ശ്യാമലി? ഇത്രയും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടായില്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒരാൾ കെ സുധാകരനെ പറ്റി ഒരു അബ്യൂസീവ് എന്നല്ല, ഒരല്പം മോശമായിട്ടുള്ള ഒരു വാക്ക് പറയുന്നത് കേട്ടോ? ഒരു വാക്ക് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു നേതാവ് പരസ്പരം വർത്തമാനം പറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പാർട്ടിക്ക് വഴങ്ങുന്ന ആളുകളാണ് എന്ന വർത്തമാനമേ ഇവരെല്ലാവരും പറഞ്ഞുള്ളൂ. ഒരു മനുഷ്യന് പോലും, അതായത് വൈകി എന്ന് പറയുന്നത് തന്നെ നമ്മൾ, അതായത് ഇത്ര ദിവസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടനെ യാതൊരു ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ രീതിയുടെ കുഴപ്പമാണ്, നമ്മുടെ മനസ്സിലാക്കലിൻ്റെ കുഴപ്പമായിട്ട് അതിനെ വിചാരിച്ചാൽ. അതായത് നമ്മൾ കാണുന്നത് CPM ഉടനടി പ്രഖ്യാപിച്ചു, CPI ഉടനടി പ്രഖ്യാപിച്ചു, ലീഗിൻ്റെ കയ്യിൽ മുഴുവൻ ലിസ്റ്റുണ്ട്, ഇതെല്ലാം പ്രഖ്യാപിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം
അതാണ് ശരിയായ രീതി എന്നത് മനസ്സിലാക്കുന്ന ആളുകളായതുകൊണ്ടാണ് പൊതുവിൽ കേരളത്തിനകത്ത് തന്നെയും കോൺഗ്രസ് അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു തോന്നൽ. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാകും, ഇതുകൂടെ ചേർന്നതാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല. ഞാനങ്ങനെ പൂർണ്ണമായിട്ട് വിചാരിക്കുന്ന ആളല്ല. ഞാനത് പറയുന്നത് 19 ദിവസം എന്നത് കുറച്ച് ക്രൈമായി പോയി. കാരണം ഈ ആളുകൾ മുഴുവൻ, ഇത്രയും ആളുകൾ, കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും ഇങ്ങനെ ആവേശത്തോടു കൂടി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിക്കണം, ഇത്തവണയെങ്കിലും ഇവരെ പിടിച്ച് താഴേക്ക് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഭരണത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഈ മനുഷ്യർക്ക് മുന്നിലേക്ക് ഈ 2-3 ദിവസം അവരുടെ ആശങ്ക, അവരുടെ നെഞ്ചിലേക്ക് തീകോരി ഒഴിക്കുകയാണ് ഈ നേതൃത്വം ചെയ്തെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം പ്രശ്നങ്ങൾ കുറേ കൂടെ നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഈ ഡേറ്റ് ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ എന്നിടത്ത് ഇതൊരു കുറച്ച് കടന്ന കാര്യമായി പോയി. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കിയാൽ സുധാകരനെ പോലെ സിംഹസമാനനായിട്ടുള്ളൊരു നേതാവെന്ന് അവർ തന്നെ വിചാരിക്കുന്ന ഒരു നേതാവിനെ പൂച്ചയെപ്പോലെ പാർട്ടിക്ക് കീഴിൽ അടക്കി വെച്ചിട്ടാണ് ഇവർ വരുന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞാലേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും വന്ന് സംഭവിക്കുമോ മാറുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കോൺഗ്രസ്സാണ് പാർട്ടി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്, കെ സുധാകരൻ്റെ വർത്തമാനം വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പൂച്ചയെപ്പോലെ ഒതുക്കിയിരിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ഉയരത്തിൽ നിൽക്കുകയാണിപ്പോൾ. അങ്ങനെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഈ 2 തവണ ഭരിച്ചാണെങ്കിലും LDFനെതിരായിട്ട് അതിശക്തമായിട്ട് നിൽക്കാനുള്ളൊരു നേതൃശേഷിയുള്ള ആ മുന്നണിയുടെ നേതൃ പാർട്ടി എന്ന നിലക്ക് അവരവരുടെ ഗരിമ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുകൾ സണ്ണി ജോസഫും VD സതീശനും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് പോയിട്ട് റോഡ് ഷോ തുടങ്ങി. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളിലും വാർത്താ ചാനലുകളിലും നമ്മൾ കാണുന്ന ഈ ബഹളം മാത്രമല്ല ഗ്രൗണ്ടിലുള്ളത് നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ട് തരൂ, വിജയിപ്പിച്ച് തരാമെന്ന് പറയുന്ന 2 ടേമിന് ശേഷം വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ കരുത്തരായിട്ട് നിൽക്കുന്ന അണികളാണ്, കോൺഗ്രസിൻ്റെ അണികളാണ്. ആ അണികൾ എടുത്ത് നടക്കുകയാണ് VD സതീശനെയും അദ്ദേഹത്തെയും ഒക്കെ, സണ്ണി ജോസഫിനെയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ എപ്പിസോഡ് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ മുതൽ ഇനി മറ്റ് പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ നന്നായിരിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു. 3 തവണ MP ആയിട്ടുള്ള ആളാണ്, 1 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്, KPCC അധ്യക്ഷൻ എന്ന സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിക്ലൈനിങ് പീരീഡ് എന്ന് നമ്മളിതിനെ കാണണം. കാരണം ഇങ്ങനൊരു ക്രൈസിസിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അതായത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനാൽ ദിവസങ്ങൾ നഷ്ടമായി, കെ സുധാകരനാൽ മാനസിക പ്രയാസം ഉണ്ടായി എന്ന സംഗതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോഴും ഇവിടെ പ്രശ്നം തീർന്നോ എന്ന് ചോദിച്ചാൽ, ഹൃദയത്തിൽ മുറിവേറ്റിട്ടുള്ള കോൺഗ്രസിൻ്റെ കെ സുധാകരൻ്റെ അനുയായികൾ അവിടെ സണ്ണി ജോസഫിനെതിരെ വല്ലതും ചെയ്യുമോ, അല്ലെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞാൻ 10 ആളുടെ വോട്ടും മുടക്കും എന്ന് പറഞ്ഞ അണികളുണ്ട് അവിടെ. അപ്പോൾ അവർ ഈ വേദന, അതായത് സിംഹസമാനനായിരിക്കുന്ന ഞങ്ങളുടെ നേതാവിനെ പൂച്ചയ്ക്ക് സമാനനാക്കിയിട്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ട ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും ചെയ്യും എന്ന് 1-2 ആളുകളെങ്കിലും വിചാരിച്ചാൽ 10-20 വോട്ട് പോകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും കെ സുധാകരൻ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ താഴേക്കിറക്കം എന്ന് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യത്തിലൂടെയാണ് പോകുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ നിമിഷം ഞാൻ. അത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് വഴങ്ങിയതുകൊണ്ടല്ല, അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങാതെ നിന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് അദ്ദേഹത്തെ താഴെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ MK മുനീറിന് സീറ്റില്ല ഇന്ന്. MK മുനീർ സീറ്റ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ലീഗ് പറഞ്ഞു MK മുനീറിന് സീറ്റില്ല എന്ന് പറഞ്ഞു. ആ നിമിഷം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ പാർട്ടിക്ക് വഴങ്ങുന്ന ആളാണ്, ഞാൻ ആരാണോ അവിടുത്തെ സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഈ പ്രായത്തിലൊക്കെ എത്തിച്ചേർന്നാൽ ഇത്രമാത്രം പദവികളിലൂടെ കടന്നു വന്നൊരു നേതാവ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ആഗ്രഹം വലുതായിട്ടുണ്ടെങ്കിൽ തന്നെയും പാർട്ടി നിശ്ചയിച്ചാൽ, അതൊരു മാനദണ്ഡങ്ങൾക്കകത്ത് വെച്ച് നിശ്ചയിച്ചാൽ പിന്നെ അതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി പോകരുത് എന്താണ് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം. ആ ഒരു ക്ഷീണം, ആ ഒരു മൈനസ് മാർക്ക് കെ സുധാകരന് മേലെ എപ്പോഴും ഉണ്ടാകുമെന്നാണ് എനിക്ക് ഈ എപ്പിസോഡ് കാണുമെന്ന് തോന്നുന്നത്. ശ്യാമിലിക്ക് എന്താ തോന്നുന്നത്? സനീഷ് വിശദമായി തന്നെ പറഞ്ഞു. അതിൽ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് മാത്രമല്ല, ഈ എപ്പിസോഡിൽ ഇതൊരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിജയമായി തന്നെ ഞാനും കാണുന്നു. അവർ വളരെ ഊർജ്ജസ്വലരായി ഈ കളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, അതിലൊന്നും തർക്കമില്ല. അതിൽ ഈ നേതൃത്വത്തിന് 2 ദിവസമായി അവരെ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിലോ മുന്നണിയിലെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയതിലോ അവിടെയുള്ള നയിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഈ നേതാക്കൾക്കൊന്നും സുധാകരനെ അനുനയിപ്പിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കളം വിട്ട ഒരാൾ വീണ്ടും തിരിച്ചു കയറി. ഇന്ന് അവരുടെ ബൈറ്റ് കേട്ടു. AK ആൻ്റണി 3ാം ഫാസിസ്റ്റ് സർക്കാർ വരാൻ അനുവദിക്കരുത് എന്ന് കെ സുധാകരനോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, കെ സുധാകരൻ തൻ്റെ ഒപ്പത്തിനൊപ്പമുള്ള ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു, നിലയും വിലയുമുള്ള ഒരാളായി തനിക്ക് ആ നിലയും വിലയും അദ്ദേഹം തന്നിരിക്കുന്നു എന്ന് ഉറപ്പായാലും കണ്ടു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സമാനക്കാരൊരു പോയിന്റ് കൊടുക്കല്ലേ ശ്യാമലി? ഞാനൊരു പോയിന്റ് കൊടുക്കാം. എങ്കിലും അദ്ദേഹം ഉറപ്പായാലും കണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇത്രയും അധികം രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അതിൽ പതറരുത് എന്നും കൂടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. കണ്ണൂരിലുള്ള രാഷ്ട്രീയം വെച്ച്, ഈ കണ്ണൂരിൽ രാഷ്ട്രീയത്തിൽ അത്രയധികം കരുത്തനായി നിൽക്കുന്ന ഒരാൾ 3ാം ഫാസിസ്റ്റ് ഭരണത്തിന് വഴിയൊരുക്കരുത് എന്നായിരുന്നു AK ആൻ്റണി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കളം നിറഞ്ഞ വിട്ട ഒരാൾ വേണ്ടി വന്നു സുധാകരനെ അനുനയിപ്പിക്കാൻ എന്ന് ഞാൻ അല്പമെങ്കിലും അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇനി എന്തായിരിക്കും സുധാകരനെ കൊണ്ട് ഇത്രയധികം
ഈ രംഗത്ത് രണ്ടും കൽപ്പിച്ച് നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കണ്ണൂർ ബെൽറ്റ് തന്നെയാണ്, കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ അണികൾ തന്നെയാണ്. മറ്റൊന്ന്, ഇനി നമ്മൾ സനീഷ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി ചില കണക്കുകളാണ് സത്യത്തിൽ പരിശോധിക്കേണ്ടത്. എന്തായിരിക്കും താൻ റിബലായി നിന്നു കഴിഞ്ഞാൽ എനിക്ക് പോലും പാർട്ടി വഴങ്ങിയേക്കും എന്ന് അദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് കണ്ണൂരിലെ മണ്ഡലങ്ങൾ തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഒന്നാമതായി വരും. ഇനിയിപ്പോൾ ആദ്യം പട്ടിക വെട്ടുന്നത് ഇപ്പോഴും അടിയുറച്ച് നിന്നിരിക്കുന്നത് KPCC തന്നെയാണ്. അതിൽ പട്ടിക വെട്ടാൻ ആദ്യം മുൻകൈ എടുത്തത് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമാണ്. എങ്ങാനും ഇതല്ലായിരുന്നു സീനെങ്കിൽ ആദ്യം മറിച്ചു വെട്ടുന്നത്, അതായത് സുധാകരൻ്റെ ഒരു അടിസ്ഥാന രാഷ്ട്രീയം വെച്ച് അടിക്കടി, വെട്ടിന് വെട്ട്, തിരിച്ചുവെട്ട്, ഇങ്ങനെയാണ്. ഐ വിൽ ഗോ വിത്ത് BJP, ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ തുറന്നടിക്കുന്ന, അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാത്ത, ആ രീതിയിൽ ഒറ്റബുദ്ധിയോടെയെങ്കിലും ചില നേരത്തെ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആ വെട്ട് അദ്ദേഹത്തെ വെട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വെട്ടുമ്പോൾ ആദ്യം വെട്ടുകൊള്ളുന്നത് സണ്ണി ജോസഫിനായിരിക്കും. അത് പേരാവൂരിൻ്റെയാണ്. പേരാവൂരിൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് 2 തവണയായി വിജയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മണ്ഡലം ഉറച്ച കോൺഗ്രസ് മണ്ഡലമേ അല്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ താരമേന പ്രാദേശികനായ ഒരു നേതാവാണ് അവിടുത്തെ സക്കീർ ഹുസൈൻ എന്നുള്ളത്. അവിടെ ഇന്ന് KPCC പ്രസിഡൻ്റായ ആൾ, അന്ന് തന്നെ കോൺഗ്രസിലെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനെതിരെ 3172 വോട്ടിൻ്റെ മാർജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിന് മുമ്പ് ഇന്നത്തെ സ്ഥാനാർത്ഥി KK ശൈലജ, അത് കേരളത്തിൽ തന്നെ സമ്മതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹം അവിടെ വരുമ്പോൾ, ഇവർ രണ്ടും മുഖാമുഖം വരുമ്പോൾ, മുൻകാലങ്ങളിൽ വന്നപ്പോൾ 3440 വോട്ട്, അങ്ങനെ ഏതായിരുന്നു അവരുടെ മാർജിൻ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതേ മണ്ഡലത്തിൽ തന്നെ KK ശൈലജ 9000-ലധികം വോട്ടിന് വിജയിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ മണ്ഡലം ഇങ്ങനെയാണ്. അതിലൊരിക്കലും ഈ പറയുന്നത് പോലെ ഉറപ്പിച്ച ഒരു മണ്ഡലമായി, കോൺഗ്രസ് മണ്ഡലമായി പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് സുധാകരൻ അനുനയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ വെട്ടുകൊള്ളാൻ പോകുന്നത് സത്യത്തിൽ ആദ്യം സണ്ണി ജോസഫായിരുന്നു. ഇനി ഞാൻ വേറെ ചില കണക്കുകൾ പറയാം, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന്, കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജയിച്ചത് 1745 വോട്ടിന് മാത്രം. മറ്റൊരു മണ്ഡലം, ബാധിക്കാവുന്ന മണ്ഡലം. മറ്റൊന്ന് അഴീക്കോട് KV സുമേഷ് ജയിച്ചു കയറിയത് 6141 വോട്ടിനാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഇത് പ്രതിഫലിപ്പിക്കാൻ ശേഷി തനിക്കും തൻ്റെ അണികൾക്കുമുണ്ടെന്ന് KSനറിയാം, ആ അണികൾക്കും അറിയാം. അതിൻ്റെ ആഹ്ലാദ പ്രകടനവും പ്രതിഷേധവും ഒക്കെ തന്നെയായിരുന്നു അവിടെ. ഈ പടക്കം പൊട്ടിക്കലിൻ്റെയൊക്കെ ആധാരവും ഇത് തന്നെയാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് സുധാകരൻ മത്സരിച്ച ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് 69,824 വോട്ടാണ്. ഇനി ഈ പേരാവൂർ മണ്ഡലത്തിൽ അദ്ദേഹം സമാഹരിച്ചിരിക്കുന്നത് 70,438 വോട്ടാണ്. അഴീക്കോടാണെങ്കിലോ 69,919. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബഹുദൂരം പിന്നിലാക്കി അദ്ദേഹം നേടിയിരിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ ഈ കണക്കുകളിൽ കാര്യമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ അണികളെ പോലെയല്ല സത്യത്തിൽ കോൺഗ്രസിൻ്റെ അണികൾ. അവർക്ക് കൂറ് അവരുടെ ഗ്രൂപ്പിനോടും അവരുടെ നേതാവിനോടുമാണ്. ഇത് തന്നെയാണ്, ഈ ആത്മവിശ്വാസമാണ് കേസിൻ്റെ അടുത്ത അനുയായികളെ നയിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഈ കടുംപിടുത്തം പിടിച്ച് നോക്കിയതിന് പിന്നിൽ ഈ കണക്കുകളുടെയൊക്കെ ആധികാരികത മനസ്സിൽ വെച്ചുകൊണ്ടും തൻ്റെ അണികളുടെ പിൻബലം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോഴും അദ്ദേഹം പറയുന്നു എല്ലായിടത്തും എൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അറിയേണ്ടത്, ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച ഒരു മനുഷ്യൻ എന്തായിരിക്കും സമമായ ഫോർമുല എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. എന്തായിരിക്കും ഇനിയിപ്പോൾ പട്ടിക വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളായിരിക്കുമോ അവിടെ? നിലവിൽ മോഹനനാണ് അവിടെ, എങ്കിലും അദ്ദേഹത്തിന് താല്പര്യമുള്ള മറ്റു ആളുകളുണ്ട് എന്ന് തന്നെയായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ. അതായിരിക്കുമോ താൻ നിർദ്ദേശിക്കുന്ന ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ എന്നായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങളാണോ നടന്നിട്ടുണ്ടാവുക എന്നാണ് അതിൽ അറിയാനുള്ളത്. ഇതിനകത്ത് പക്ഷേ ശ്യാമിലൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഈ സുധാകരന് ഇനിയിപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന് തൃപ്തനായിട്ടുള്ള ഒരാളല്ല സ്ഥാനാർത്ഥി എന്ന് വിചാരിക്കുക കണ്ണൂരിൽ. പക്ഷേ അപ്പോഴും സുധാകരന് സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അത് കോൺഗ്രസ് ലീഡർഷിപ്പിന് അറിയാം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് മാത്രമല്ല അദ്ദേഹത്തെ തടഞ്ഞതെന്നാണല്ലോ. ഇവർ തന്നെയാണ്, അതായത് കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് അവരുടെ പവർ കാണിച്ചു കൊടുത്തത് സുധാകരന് മേൽ. ഞങ്ങളാണ് തടഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. പിന്നെ AK ആന്റണിയുടെ ബൈറ്റ് കണ്ടില്ലേ? AK ആന്റണി അതിനകത്ത് പറഞ്ഞ എന്താണ്, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞായിട്ട് പറഞ്ഞ എന്താണ്, ഈ ശ്യാമിലി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ 3ാം എപ്പിസോഡ് വരണോ, എഡിഷൻ വരണോ എന്ന് സുധാകരൻ ആലോചിക്കണം. നിങ്ങൾ എല്ലായ്പ്പോഴും എതിർത്തുകൊണ്ടിരുന്ന ആളുകളാണ് വരാൻ പോകുന്നതെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ സുധാകരൻ്റെ ഏറ്റവും സെൻസിറ്റീവായുള്ള സ്പോട്ടിലാണ് ആ ചോദ്യം ചെന്ന് തട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സുധാകരൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോലുമല്ല. സുധാകരൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ ആകെ തുകയായിട്ട് എടുത്തിട്ട് ഒന്ന് സമാഹരിച്ച് പറഞ്ഞാൽ അത് CPIM വിരുദ്ധ രാഷ്ട്രീയമാണ്.
അല്ലെങ്കിൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയം എന്ന് മാത്രം പറയാവുന്നൊരു കാര്യമാണ്. നമ്മൾ അതിനും ഏറ്റവും അതായത് ഉള്ളി തോല് വിളിക്കുന്നതിൽ പൊളിച്ച് അവസാനം ഏറ്റവും ഒടുവിലത്തെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണത്? അത് പിണറായി വിജയനെതിരെയുള്ള എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിന് RSSനോട് വിയോജിപ്പില്ല, അദ്ദേഹത്തിന് BJPയോട് വിയോജിപ്പില്ല. നമുക്ക് കണ്ണൂരിൽ നിന്ന് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. കെ സുധാകരൻ്റെ ഫാൻസിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഉണ്ടാവുക, അതിനകത്ത് RSSനോട് ചായ്വുള്ള ചെറുപ്പക്കാരുണ്ടാവും, BJP പ്രവർത്തകർ തന്നെയായ ചെറുപ്പക്കാരുണ്ടാകും, SDPയുടെ ആളുകളുണ്ടാകും, മുസ്ലിം ലീഗിൻ്റെ ആളുകളുണ്ടാകും. അത് കെ സുധാകരൻ ആ അർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിലൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം CPIM വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതൃരൂപമാണ്. അത് കണ്ണൂരിലാവുമ്പോൾ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണൂരിൽ CPIM എന്ന് വെച്ചാൽ അതിലേറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനമാണ്. അവിടുത്തെ എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന, രാവിലെ മുതൽ രാത്രി വരെ കിടന്നുറങ്ങുന്ന സമയം വരെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിലടക്കം എത്തുന്ന ഒരു സാന്നിധ്യമാണ് കണ്ണൂരിൽ CPIM. മറ്റ് ജില്ലകളിലെ പോലുമല്ല. അപ്പോൾ ആ CPIM അത്രയ്ക്ക് ശക്തമായൊരു സ്ഥലത്ത് CPIMൻ്റെ വിരുദ്ധതയും അത്ര തന്നെ ശക്തമായിരിക്കുമല്ലോ. അത് പല പാർട്ടികളായിട്ട് ചതുരെ കിടക്കുക. ആ ആളുകളുടെ എല്ലാം നേതൃരൂപമാണ് കെ സുധാകരൻ. കെ സുധാകരന് നാളെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് നിങ്ങൾ പറ്റുന്ന പോലെ പണിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് പേരാവൂരിൽ സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ പറ്റില്ല ശ്യാമിലി. അല്ലെങ്കിൽ അപ്പുറത്ത് അഴീക്കോട് ഒരു തിരിച്ചൊരു സംഗതി ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നിൻ്റെ ഒരു വോട്ട് 10 കുറച്ചേക്ക് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കെ സുധാകരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പിന്നെ ചെവിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി, സുധാരേട്ട പിണറായി വിജയനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സടകുടഞ്ഞ് എഴുന്നേക്കും അദ്ദേഹത്തെ എഴുന്നേറ്റേ പറ്റൂ, അദ്ദേഹത്തിന് പേരാവൂരിലും വിജയിപ്പിക്കണം, അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. അത് അവിടെയാണ് AK ആന്റണി ചെന്ന് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉണ്ടാകുന്ന കാര്യം എന്താണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, എന്നാലും എനിക്ക് ഉണ്ടായിരിക്കുന്ന അപമാനത്തിന് ഞാൻ ഇവരെ തോൽപ്പിച്ചുകൊണ്ട് പകരം വീട്ടണം എന്ന് കെ സുധാകരൻ, നമുക്കറിയാവുന്ന കെ സുധാകരൻ തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കെ സുധാകരൻ ഒതുക്കപ്പെട്ട കെ സുധാകരനാണ്, പൂച്ചയാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ സിംഹമായിട്ട് പോയ ആൾ പൂച്ചയെ പോലെ വന്നിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പം നഷ്ടപ്പെട്ടു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതാണ്, അദ്ദേഹം നാളെ മുതൽ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പ്രവചിക്കുന്നത്, കോൺഗ്രസ്സാണ്, കെ സുധാകരനാണ് പാർട്ടി, അതുകൊണ്ട് തെറ്റിപ്പോയാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. പക്ഷേ ഞാൻ പ്രവചിക്കുന്നത് നാളെ മുതൽ അദ്ദേഹം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് നടത്തും. അത് ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ഒരു ക്ഷീണമുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നാളെ മുതൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടും കാര്യമായിട്ടും ഈ പറയുന്ന ആളുകൾക്കെല്ലാം വേണ്ടി സംസാരിക്കുകയും CPIMനെതിരായിട്ട് ഈ സർക്കാരിനെ UDF സർക്കാരിനെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണ് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താനും മുൻപന്തിയിലുണ്ടാകും. കെ സുധാകരൻ്റെ കാര്യത്തിൽ വലിയ മനപ്രയാസം ഉണ്ടാവില്ല. പക്ഷേ കെ സുധാകരന് ചുറ്റുമായിട്ട് നിന്നിട്ട് ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഉണ്ടാക്കിയത് കുറേ ആളുകളുണ്ട്. ഒരു 10-20 ആളുടെയെങ്കിലും ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകും. അതായത് ഇദ്ദേഹം ജയിക്കുന്നു, മന്ത്രിയാകുന്നു, ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഈ അധികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ച കുറേ ആളുകൾ ക്ഷീണിതരായിട്ടിരിക്കും. പക്ഷേ സുധാകരൻ നാളെ മുതൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നണിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. തെറ്റിപ്പോയെന്നെ കുറ്റപ്പെടുത്തുന്നത്. ഈ സീനിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിണറായിയുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമുണ്ടെന്ന്. അത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അതിനുശേഷമാണ് ഈ സീനുകളിലൂടെ മുഴുവൻ കടന്നുപോയത്. അത് ശരി തന്നെയാണ്. എന്തായാലും 1960-കളിൽ കണ്ണൂർ ജില്ലയിലെ എടക്കാട്ടു നിന്ന് KSUവിലൂടെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ നേതാവാണ് കെ സുധാകരൻ. കണ്ണൂർ കളരിയിൽ പഠിച്ച അടിതടകൾ പ്രയോഗിച്ചുകൊണ്ടും കൊടുത്തും കോൺഗ്രസിനെ പ്രതിരോധിച്ച നേതാവ്, CPIMനെ പ്രതിരോധിച്ച നേതാവ്, CPIMനോട് സന്ധിയില്ലാതെ കലഹിച്ചും അണികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് എല്ലാ കാലത്തും കെ സുധാകരൻ കണ്ണൂരിലുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയല്ല, പകരം കണ്ണിന് കണ്ണ്, അടിക്കടി എന്നതാണ് സുധാകരൻ്റെ പ്രത്യയശാസ്ത്രം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സുധാകരന് കോൺഗ്രസിനുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല. മുതിർന്ന നേതാവായിട്ട് കൂടി കേവലം ഒരു നിയമസഭാ സീറ്റിന് വേണ്ടി പിടിവാശി കാണിച്ചത് ഒട്ടും രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ്. ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിയിട്ടും സുധാകരൻ സീറ്റ് നൽകാത്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ പിടിവാശി കൊണ്ട് മാത്രമാണെന്ന് വ്യക്തമാണ്. പാർട്ടിക്ക് വിധേയനായി ഇനി പ്രവർത്തിക്കുമെന്ന് സുധാകരൻ പറയുമ്പോൾ അത് എത്രത്തോളം ലക്ഷ്യം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരിടവേള.